സഹകരണത്തിന്റെയും മഹത്തായ സന്ദേശവുമായി ആർ സുകുമാരൻ നയിക്കുന്ന ജീവൻ ജ്യോതി മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 10ാമത് ആനുവൽ ജനറൽ മീറ്റിംഗ് ചരിത്ര നഗരമായ കോഴിക്കോട് അരങ്ങേറുകയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജീവൻ ജ്യോതി ഇന്ന് സഹകരണ മേഖലയിലെ സുസ്ഥിര മാതൃകയായി മാറിയിരിക്കുകയാണ്. സേവനത്തെയും ഐക്യത്തെയും കരുത്താക്കി സമൂഹത്തിന്റെ വികസനത്തിന് മാതൃകയായ ജീവൻ ജ്യോതി ഇന്ന് കഴിഞ്ഞ ഒരു ദശാബ്ദകാലത്തെ യാത്രയെ അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. ലീല ചേച്ചി, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിംഗ് ഉണ്ടായിരുന്നു, AGM എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമാണല്ലോ, അതുകൊണ്ടല്ലേ വന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഇവിടെ പ്രവർത്തിക്കുന്നില്ല, ജീവൻ ജ്യോതിയിൽ 2 വർഷമായിട്ടേ ഉള്ളൂ ജീവൻ ജ്യോതി പറവൂർ വന്നിട്ട്. അത് വന്നപ്പോൾ തൊട്ട് ഞാനാണ് ഏറ്റവും ആദ്യം അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അതെ. അപ്പോൾ എന്താണ് ഈ പ്രസ്ഥാനത്തെ പറ്റി പറയാനുള്ളത്? അഭിമാനത്തോട് പറയാനുള്ളത് എന്താണ്? പ്രസ്ഥാനത്തെ പറ്റി അഭിമാനത്തോടു കൂടി തന്നെ പറയാനുള്ളല്ലോ, അല്ലെങ്കിൽ ഞാനൊക്കെ നിൽക്കുമോ? എന്നൊക്കെ 10 പേര് അറിയുന്നതല്ലേ. കാരണം നമ്മൾക്ക് ഒരാൾ 10 രൂപ വാങ്ങി അതൊരു നിക്ഷേപിച്ചാൽ അവർക്കത് അതിൻ്റെ ലാഭത്തോടു കൂടി അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ഉറച്ച വിശ്വാസം. കാരണം അവർ ആ പൈസ വാങ്ങി അവർ പോക്കറ്റിലിട്ട് കുടുംബത്ത് കൊണ്ടുപോയി കുട്ടികൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവരത് അതുകൊണ്ടുള്ള മൂല്യം വാങ്ങിയിട്ട് നാളെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ട് വരിക. പിന്നെ ഇന്നിപ്പോൾ തൊഴിലില്ലാണ്ട് പലരും തൊഴിലില്ലാണ്ട് അലഞ്ഞു നടക്കുന്നു. ഒരു തൊഴിലിന് ഒരിടത്ത് ചെന്ന് ഒരു 10-100 ഇൻ്റർവ്യൂ അതും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പണം കെട്ടാൻ പറയുന്നത് അവരുടെ ആയുസ്സുകാലം മുഴുവൻ കിട്ടുന്ന ശമ്പളം കെട്ടിയാൽ പോരാ. അപ്പോൾ അങ്ങനെയൊന്നൊരു ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇന്ന് അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ അവരെ കുടുംബം സുരക്ഷിതമായിട്ട് നോക്കാം. അതിനുള്ള ഒരു മേഖല, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ നമ്മൾ എങ്ങനെയൊക്കെ അവരോട് നന്ദി പറയണമെന്ന് അറിയില്ല. ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തതിന് ചെയർമാൻ സാറിനെയൊക്കെ പറ്റി എന്താണ് പറയാനുള്ളത്? സുകുമാരൻ സാറിന് അവരുടെ അടുത്ത് ഒരുപാട് പിന്തുണ ലഭിക്കുന്നുണ്ടാകുമല്ലോ. സുകുമാരൻ സാറിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇതിനു വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് ഒരു പരിഹാരം അദ്ദേഹം കണ്ടെത്തി പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ കാണിച്ചു കൊടുക്കും. AGM എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? നല്ല നൈസ് പ്രോഗ്രാം, അടിപൊളി, ഇഷ്ടമായി. എത്ര നാളായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ? ഞാനൊരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ജീവൻ ജ്യോതി എന്ന ഒരു സ്ഥാപനത്തെ പറ്റി? സാധാരണക്കാർക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു എമൗണ്ടിൽ കൂടി ആയാലും ഒരു കൂടുതൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണത്. ചേച്ചി 5 വർഷമായിട്ട് ജീവൻ ജ്യോതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് തിരിഞ്ഞു പോകാതിരിക്കാൻ ചേച്ചിയെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണ്? നമുക്ക് നമ്മൾ സ്വയം ചെയ്യണ ജോലിക്ക് നമുക്ക് അതിൻ്റെ ഉള്ള വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ ചതിയും വഞ്ചനയൊന്നുമില്ല, ഇതിനകത്ത് ഒന്നുമില്ല. നേരായ മാർഗത്തിൽ കൂടി പോണ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിന് അതിൻ്റെ വളർച്ചയുടെ അറ്റം വരെ ഞങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും. ചെയർമാനെ പറ്റി എന്താണ് പറയുള്ളത്? സുകുമാരൻ സാറിനെ പറ്റി? ചെയർമാനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ആണ്. അവർ നേരായ രീതിയിൽ ഇത് നയിക്കുന്നതുകൊണ്ടാണ് ഇതിലുള്ള അംഗങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് വളരും. എല്ലാവർക്കും ഇതായിട്ട് വരട്ടെ. ഓക്കെ. വരുന്ന ഫാമിലിയാണ് എല്ലാവരും? എവിടുന്ന് വരുന്നത്? ഞങ്ങൾ കൊല്ലം ജില്ല പുനലൂരിൽ നിന്നാണ് വരുന്നത്. AGM എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ? AGM വളരെ നന്നായിരുന്നു. എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ റീസെൻ്റ്ലി പുതിയതായിട്ട് വന്ന അഞ്ചൽ ടീമാണ്. ഇതായിട്ട് വന്നപ്പോൾ എന്ത് തോന്നി ജീവൻ ജ്യോതിയെ പറ്റി? ഇത്രയും വലിയൊരു ഫാമിലി കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടി, നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത്ര അധികം ആളുകളെ കാണുമ്പം ഇത് വലിയൊരു ഫാമിലിയാണ്, ഇതിൻ്റെ പാർട്ടായതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. ചേട്ടൻ എന്താ പറയുന്നത്? ഇത് സെയിം, ഇതുമായിട്ട് മുന്നോട്ട് പോകണം, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നും ഇങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഇതാണ്. ചേട്ടൻ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, സൊസൈറ്റി, അത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന എന്താണ് ഈ ഒരു പ്രസ്ഥാനത്തെ? അവരുടെ ഒത്തൊരുമ, അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെയർമാനെ പറ്റി എന്താ പറയാനുള്ളത്? സുകുമാരൻ സാറിനെ പറ്റി അഭിപ്രായമാണ്. എല്ലാവരോടും നല്ല വിനയം ആണ് സംസാരത്തിൽ പോലും. എല്ലാവരോടും
ഒരു കുടുംബത്തെ പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണെന്ന് മനസ്സിലായി. പേരെന്താ? ഗൗതം. ഗൗതം. എത്രയിലാ പഠിക്കണേ? 6. ആണ്. ജീവൻ ജ്യോതിയെ പറ്റി അറിയോ? എന്താ ആരാണ് പൂവാര തന്നെ? ഒരു ആന്റി തന്നെ. ആന്റി തന്നെയാണോ? ഓക്കെ. ശരി, പേരെന്താ? രണ്ടുപേരുടെയും പേരെന്താ? എൻ്റെ പേര് പാർവതി. എൻ്റെ പേര് രാജമ്മ. എവിടെന്നാ വരുന്നത്? കണ്ണൂര് ഊരൂന്ന് വരുന്നതാണ് അല്ലേ? ചുഴലി. ആണല്ലേ? ഓക്കെ. എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയില്? തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാലും എത്ര മാസമായി? ഒരു 6 മാസം. ഓക്കെ. അപ്പം 6 മാസത്തിനിടയിൽ ആദ്യത്തെ ഏജിയുമാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം ഏജിയും? ശേഷം എന്താ പറയാൻ വാക്കുകളിൽ അമേസിങ്. വളരെ വളരെ സൂപ്പറായിട്ട് അടിപൊളിയാണ്. 6 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് എന്താണ് തീരുമാനം? എന്താ? തീർച്ചയായും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം തന്നെ ആഗ്രഹം. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ വന്നിട്ട്? കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടി. ചെയർമാനെ പറ്റി എന്താ പറയാനുള്ളത്? സുകുമാരൻ സാറിനെ പറ്റി ഈ വളരെ എന്താ പറയുക, വളരെ നല്ല വാക്കുകളാണ് ഞങ്ങൾ കേട്ടത്. നമുക്കത്ര പരിചയം കുറവാണ്. എന്നിരുന്നാലും കേട്ട അവസ്ഥയ്ക്ക് നമുക്ക് ഈ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ. ചേട്ടന്മാരുടെ പേരെന്താ? എവിടുന്നാ വരുന്നത്? ഞാൻ കോഴിക്കോടാണ്, നന്മണ്ട. സനൽകുമാർ. അതെ, നന്മണ്ട. എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ? 2 വർഷമായിട്ട് ജീവൻ ജ്യോതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർഷത്തെ അനുഭവം എങ്ങനെയാണ്? നല്ലൊരു സൊസൈറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ നമ്മളെ നിക്ഷേപങ്ങൾ ഇടാൻ പറ്റിയ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അതിൻ്റെ മാനേജർമാരും സിഇഒമാരും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ്. ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്വപ്ന സാക്ഷാത്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങളായി വരുന്നേ ഉള്ളൂ. 2 വർഷമായിട്ടേ ഉള്ളൂ. ഞങ്ങളെ എന്നാലും ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നുണ്ട്. ഇനി വലിയ സ്വപ്നങ്ങൾ ഇരിക്കുന്നുണ്ട്, നടക്കുമെന്നുള്ള പ്രതീക്ഷ. ഇതിന് ശേഷം ഹാപ്പിയാണോ? ജീവൻ ജ്യോതിയിലെത്തിന് ശേഷം ഹാപ്പിയാണോ? ഓക്കെ, വെരി വെരി ഹാപ്പി. ഓക്കെ. രണ്ടാളുടെയും പേരെന്താ? എൻ്റെ പേര് ആതിര. അനുശ്രീ. ഓക്കെ. ഏജിയും കാണാനെത്തിയതാണോ അതോ ജീവൻ ജ്യോതിയിലെ മെമ്പറാണോ? എന്താണ്? ഞാൻ മെമ്പറാണ്. വർഷങ്ങളൊന്നും ആയിരുന്നില്ല, പക്ഷെ കുറച്ച് മാസം മാത്രമേ ആയിരുന്നുള്ളൂ. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു സംരംഭമാണ് ജീവൻ ജ്യോതി എന്ന് അറിയുന്നത്. വന്നതിൽ ഭയങ്കര സന്തോഷം. കാരണം ഇതിൻ്റെ പിന്നിൽ ഇത്രയും ആൾക്കാരുടെ എഫേർട്ട് ഉണ്ട്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. പക്ഷേ ശരിക്കും എന്താ പറയണ്ടേ, ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ ഒരു ആദ്യത്തെ ഏജിയം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ഏജിയമ്മിനെ പങ്കെടുത്തിട്ട്? സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത്രയും വിചാരിച്ചില്ല, തന്നതിൽ കൂടുതലായി പോയി കണ്ടതിലല്ലോ. ഓക്കെ. എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കായംകുളത്തുനിന്ന്. ഏജിയം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണോ ജീവൻ ജ്യോതി ഏജിയമിന് അറ്റൻഡ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാ, ജോഷ് എങ്ങനെ ഇഷ്ടമായോ? നല്ല ജോഷായിരുന്നല്ലേ, സൂപ്പർ. എന്താണ് കയ്യിലെ കുറെ പൊതിയൊക്കെ ആയിട്ട് പ്രൈസൊക്കെ ആയിട്ട്? ഞങ്ങളുടെ മൊമെൻറ്റാണ്. കാരണം ഞങ്ങളുടെ കായംകുളം ബ്രാഞ്ചിന് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് വലിയ അച്ചീവ്മെൻറ്റ് നമ്മൾ നേടിയത്. ആൻഡ് വെനി മോർ ടു കം. അടുത്ത വർഷം നമ്മൾ ഇതിൽ കൂടുതലായിട്ട് തിരിച്ചു പോകുന്നു. ഒരുപാട് കഥകൾ പറയുന്നത്. എത്ര വർഷമായിട്ടുണ്ട്? എത്ര നാളായിട്ടുണ്ട്? ആക്ച്വലി നമ്മൾ 1 year ആയിട്ടുള്ളൂ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ലോങ് എക്സ്പീരിയൻസ്. അതായത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജീവൻ ജ്യോതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി ആയാലും ആസ് എ പേഴ്സൺ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ജീവൻ ജ്യോതിയിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്രൊജക്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രൊജക്റ്റ് ഏതാണ്? ഒരു ഇനിഷ്യേറ്റീവ് ഏതാണ്? ഏറ്റവും പുതിയ സ്കീം അതിപ്പം 3 കാറ്റഗറി ആയിട്ടാണ്: ജനറല്, ലേഡീസ്, സീനിയർ സിറ്റിസൺ. അപ്പം സാധാരണക്കാരായ ആൾക്കാർക്കും പെൻഷനേഴ്സിനും ഒക്കെ വളരെ പ്രയോജനപ്പെടുന്നതാണ് ഈ സീനിയർ സിറ്റിസൺ എന്നുള്ള ഇതിൽ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കരിയറിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നത്. ഓക്കെ. ചെയർമാനെ പറ്റി എല്ലാവർക്കും അറിയാലോ അല്ലേ? സാറിനെ പറ്റി എന്താണ് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം? സ്റ്റേജിൽ പറഞ്ഞ കാര്യം തന്നെ. അതായത് സംസാരത്തെക്കാൾ കൂടുതൽ അദ്ദേഹം പ്രവൃത്തി വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് അദ്ദേഹം നമുക്ക് ഡെലിവറി ചെയ്ത മെസ്സേജും അത് തന്നെയാണ്. ഒറ്റ വാക്കിൽ ജീവൻ ജ്യോതിയെ പറ്റി എന്താ പറയുള്ളൂ? ഒറ്റ വാക്ക്. അടിപൊളി. ഗംഭീരാണ്. എക്സലൻറ്റ്. അടിപൊളി. സൂപ്പർ. ഓക്കെ. ശരി, താങ്ക് യു. എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ? ഞാനിപ്പോൾ ഒരു 14 മാസമായിട്ടുണ്ട്. 14 മാസം. ആ. ചേച്ചിയോ? ഞാനിപ്പോൾ 6 മാസമായിട്ടുള്ളൂ. ഡെപ്പോസിറ്റ് ആണ്. ഈ ചേട്ടനാണ് ജോയിൻ ചെയ്യിച്ചേ? അല്ല. ഓക്കെ. ജീവൻ ജ്യോതിയിൽ 14 മാസം. 14 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താണ് വന്നതിന് ശേഷം? ഒരു വർഷം 365 ദിവസം ആണല്ലോ. ആ 365 ദിവസം കറക്റ്റ് അടച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ അതിൻ്റെ അത് കിട്ടല് വളരെ കുറവാണ് ഈ സംഭവങ്ങളിൽ. പിന്നെ ഒരാൾക്കൊരു ജോലി കൂടി ആവുമല്ലോ, ഒരാൾക്കൊരു ജോലിയാവും. അതിൻ്റെ പേരിലാണ് ഇത് ചേർന്ന് തന്നെ. ഇപ്പോൾ ആൾക്ക് ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ ഇരട്ടി പൈസയാണ് ഇപ്പോൾ ഡെയിലി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ? ഞാൻ 1 വർഷമായിട്ട്. 1 വർഷത്തെ അനുഭവം എന്താണ്?
1 വർഷം കൊണ്ട് നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറേ ഡൗട്ട്സും കുറേ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ശരിക്കും അറിയണം. കൃത്യമായി പഠിച്ചിട്ട് നമുക്ക് ആൾക്കാരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പിന്നിൽ വേറെ അങ്ങനെ ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറൊരു കാര്യങ്ങളും ഇല്ല. നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ആളുകളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ജീവൻ ജ്യോതിയെ പറ്റി എന്ത് പറഞ്ഞായിരിക്കും? അത് ഒന്നും ആൾക്കാർ സെക്യൂരിറ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിനുള്ള ലീഗലി നമ്മൾ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയും. അതായത് ബഡ്സ് ആക്ട് അങ്ങനെയുള്ള കുറേ ലീഗൽ സപ്പോർട്ടുകളുണ്ടല്ലോ, അമെൻമെൻറ്റ് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കും. പിന്നെ അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഒക്കെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 വർഷത്തേക്ക് 6 വർഷത്തേക്ക് ഇട്ട് അതുവരെ കാത്തു നിന്നാലേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു 3 വർഷത്തേക്ക് ചെറിയ ഇയറിലേക്കുള്ള പ്ലാൻസ് ഉണ്ട്. 2 വർഷം 3 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കുറച്ചൊരു പേടി കാര്യങ്ങൾ മാറാത്ത ആൾക്കാരാണെങ്കിൽ ഒരുക്കും അതേപോലെ ചെറിയ ഇയറിലേക്കുള്ള ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, പ്ലാൻസ് ആയാലും ബാക്കി എന്ത് കാര്യങ്ങളായാലും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാലയളവിലേക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം അവർക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു അടച്ച പൈസ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുമല്ലോ ചെറിയ പീരീഡ് ആകുമ്പോൾ. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും കൂടി ഒരു കോൺഫിഡൻ്റ് ആവും ബാക്കിയുള്ള കാര്യം. ചേച്ചി എങ്ങനെ ഇപ്പം നല്ല കോൺഫിഡൻ്റ് അല്ലേ? ലൈഫ് എങ്ങനെ ജീവൻ ജ്യോതിയിൽ വന്നതിന് ശേഷം? ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോണ്. ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ അറിയാത്ത ആൾക്കാരോട് കൂടി നമുക്ക് സംസാരിക്കാനും ഇടപഴകാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെൻ്റലി തന്നെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി രണ്ടും നല്ല സെക്യൂർഡായിട്ട് പോകും. എന്താണ് ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സീന. സീന എവിടെയാണ്? പറവൂര്. എത്ര നാളായിട്ടുണ്ട് സീന ചേച്ചി ഈ പ്രസ്ഥാനത്തിൽ? അവിടെ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പേ ഇതിൽ പ്രവർത്തിച്ച ആളാണ്. അവിടെ വരാൻ വേണ്ടി ഞങ്ങൾ ഗുരുമൂർത്തി സാറിൻ്റെ ഒപ്പം ഒരുപാട് പ്രയത്നിച്ചു. ഒരുപാട് കഥ എക്സ്പീരിയൻസ് പറയാനുണ്ടായിരിക്കുമല്ലോ. എന്താണ് ജീവൻ ജ്യോതിയെ പറ്റി പൊതുവെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് എന്താണ് പറഞ്ഞു കൊടുക്കുക? അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു മറ്റുള്ള സൊസൈറ്റികളെ അപേക്ഷിച്ച് ഇത് മൾട്ടി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ടിട്ട് നമുക്ക് ധൈര്യപൂർവ്വം നമ്മുടെ ഇത് RD ആണെങ്കിലും FD ആണെങ്കിലും നമുക്ക് ധൈര്യപൂർവ്വം ഇടാം. ദൈവം തമ്പുരാൻ വന്ന് അനുഗ്രഹിച്ച ഒരു പ്രൊജക്റ്റാണ് ജീവൻ ജ്യോതി. ഒത്തിരി പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവരിലേക്ക് ജീവൻ്റെ ഒരു തുടിപ്പുമായി എന്ന് തന്നെ പറയാം അഭിവൃദ്ധി എത്തിക്കുക. സാധാരണക്കാരിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരിലേക്കെല്ലാം അഭിവൃദ്ധി എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജയന്തൻ. വട്ടപ്പാറ ട്രിവാൻഡ്രം എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇതൊരു സംരംഭം വളരെ വളരെ നല്ലൊരു സംരംഭമാണ്. നമ്മൾ ഓരോ വ്യക്തികളെയും ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരുപാട് കാര്യത്തിലേക്കാണ് ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വന്നത്. ആദ്യമായിട്ടാണോ ജീവൻ ജ്യോതിയുടെ AGM അറ്റൻഡ് ചെയ്യുന്നത്? എങ്ങനെയുണ്ട് എന്നിട്ട് എക്സ്പീരിയൻസ്? അടിപൊളി പരിപാടിയായിരുന്നു. നല്ല ടേസ്റ്റ്, എല്ലാം ഇഷ്ടമായി. ഓക്കെ, നിങ്ങൾ എത്ര വർഷമായിട്ട് ജീവൻ ജ്യോതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും? ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇനി എന്താണ് മുന്നോട്ടെടുത്ത തീരുമാനം? പോകാൻ തന്നെയാണോ? പോസിറ്റീവായിട്ടുള്ളൊരു ഇഷ്ടമായി. എന്താണ് പറയുക, ഇവിടെ വന്നിട്ട് എന്താണ് മനസ്സിലായത് ജീവൻ ജ്യോതിയെ പറ്റി? ബേസിക്കലി എന്താ പറയുക, നല്ല സപ്പോർട്ടാണ്. കോപ്പറേറ്റീവായിട്ട് എല്ലാ മെമ്പേഴ്സും തമ്മിൽ എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആണ് കിട്ടുന്നത് ഇവിടുന്ന്. ഇവിടെ ഇഷ്ടമുള്ള ഒത്തിരി പ്രൊജക്റ്റ് ഒരുപാടുണ്ടല്ലോ. ഇഷ്ടമുള്ളൊരു പ്രൊജക്റ്റ് ഏതാണ്? അല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ഗുണപ്രദമാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ പേര് പറയും. ഒന്ന് നോട്ട് ചെയ്തത് വിമൻസിൻ്റെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ലോഞ്ച് ചെയ്ത വുമൻസ് പ്രോഗ്രാം ഇഷ്ടമായി. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? AGM ഇഷ്ടമായോ? വളരെ ഗംഭീരമായ പരിപാടിയാണ്. എത്ര വർഷമായിട്ടുണ്ട് ചേട്ടൻ ഇവിടെ ജീവൻ ജ്യോതിയിൽ ബന്ധപ്പെട്ടിട്ട്? കുറേ കാലത്ത് പരിചയമുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എന്താണ് ജീവൻ ജ്യോതിയെ പറ്റി എന്താ പറയാനുള്ളത്? ജീവൻ ജ്യോതിയെ പറ്റി ഇതിൽ കൂടി വിശ്വസിക്കാനൊന്നുമില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും. എന്താണ് പറയാനുള്ളത്? നമുക്ക് നല്ലതായിട്ട് തന്നെ തോന്നുന്നു മോളെ. അത്രയും അറിയുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് വന്നതാണ്. പരിപാടിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വന്നിട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയല്ലേ തീരുമാനം? അതെ പ്രവർത്തിക്കണം തന്നെയാണ്. പരിപാടിയാണ്, നല്ല പരിപാടിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. മറ്റേ വിരാജപ്പെട്ട ഇവരെ പിന്നെ ബാങ്കിൽ ജീവൻ ജ്യോതി ബാങ്കിൽ പോയിനായിരുന്നു. അത് നല്ല ഇതാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ട്
ഇപ്പോൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനത്തെ പരിപാടി എന്നും വരുവാണെങ്കിൽ നമ്മൾ എന്നും AGM അല്ലേ, ആനുവൽ ജനറൽ മീറ്റിംഗ് വർഷത്തിലൊരിക്കലേ വരുള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾ മറക്കാതെ അറ്റൻഡ് ചെയ്യണം. മറക്കാൻ ജീവനോട് ഉണ്ടെങ്കിലും മറക്കാണ്ട് അറ്റൻഡ് ചെയ്യും. എന്താ താത്ത? നുസ്രത്ത്. നുസ്രത്ത്. താത്തിന്റെ നാട് എവിടെയാ? ഇവിടെ കോഴിക്കോട് ഒളവണ്ണ. കോഴിക്കോട് തന്നെയല്ലേ AGM നടന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഓ ഇഷ്ടമായി, നല്ല അടിപൊളി പരിപാടി. എത്ര വർഷമായിട്ടുണ്ട് ജീവൻ ജ്യോതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ജീവൻ ജ്യോതിയിൽ ഇപ്പോൾ ഫസ്റ്റ് വർഷമാണ്. ഒരു വർഷം. ഓക്കെ, ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇതുവരെ കിട്ടാത്തൊരു നല്ല അനുഭവം തന്നെയാണ്. ഹാപ്പിയായി, എല്ലാ പരിപാടി ഇഷ്ടപ്പെട്ടു. ഇനി മുന്നോട്ട് പ്രവർത്തിക്കണം തന്നെയാണോ തീരുമാനം? യെസ്. ചേച്ചി പറഞ്ഞു, എന്താണ് പേര്? പേര് സിനിയാണ്, സ്ഥലം പയ്യാവൂരാണ്. അപ്പോൾ ഞാൻ ജീവൻ ജ്യോതിയിൽ ഒരു വർഷം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ ഫംഗ്ഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒരു വർഷം കാത്തിരിക്കണമല്ലോ ആനുവൽ ഫംഗ്ഷൻ വരണമെങ്കിൽ. അപ്പോൾ അടുത്ത വർഷത്തെ ഫംഗ്ഷനും ഇതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രവർത്തിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഇഷ്ടമാണ്. കുറച്ച് ടീംസൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ? അവരുടെ നല്ല സഹകരണമല്ലേ? നല്ല സഹകരണമാണ്. എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് ജീവൻ ജ്യോതി? കൂടുതലായിട്ടല്ല, ഒറ്റ വാക്കിൽ എന്താ ജീവൻ ജ്യോതിയെ പറ്റി പറയും? ഇതിനെപ്പറ്റി ഒറ്റ വാക്കിൽ പറയാൻ, ഇത് നമ്മൾ ഒരു സേവനം കൂടിയാണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്. ഒരു സേവന പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ചെയർമാൻ സാറിനെ പറ്റി എന്താണ് സാറിനെ പറ്റി പറയാനുള്ളത്? സാറ് വളരെ നല്ല, ഇന്നത്തെ സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ടു, വളരെ നല്ല ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ കൂടുതൽ ഇനി ഇപ്പോൾ ഇത് 4 സ്റ്റേറ്റിലാണ്, ഇനി കൂടുതൽ സ്റ്റേറ്റിലേക്ക് വ്യാപിക്കട്ടെ എന്നും അതുപോലെ കൂടുതൽ ബ്രാഞ്ചസ് വരട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജീവൻ ജ്യോതി എന്നത് വെറുമൊരു കഥയല്ല, വിശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും കൂടി കഥയാണ്. ഇവിടെ ആളുകൾ നിക്ഷേപിക്കുന്നത് വെറുമൊരു അക്കൗണ്ടിലേക്കല്ല, പകരം നിരവധി ആളുകളെ കരം പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിലാണ്. ജീവൻ ജ്യോതി, സ്പ്രെഡിംഗ് ലൈറ്റ്, ഷെയറിംഗ് പ്രോസ്പെരിറ്റി. ക്യാമറമാൻ മാനു കൊട്ടക്കലിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, കോഴിക്കോട്.